ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് ഇപ്പോൾ എന്താണ് നിങ്ങൾ അറിയേണ്ടത്, അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് ഇപ്പോൾ അറിയേണ്ടത്. ആ ഒരു സിറ്റുവേഷനാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, അവരുടെ നെയിം റിപ്പീറ്റായിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോഴേക്കും ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നതായിരിക്കും. ത്രീ ഓഫ് പെൻറ്റക്കിൾസ്, ടു ഓഫ് പെൻറ്റക്കിൾസ്, the lovers, the devil, four of cups, ten of wands, eight of swords, the wheel of fortune. നമുക്ക് കുറച്ചുകൂടി കാർഡ്സ് നോക്കാം. Three of cups, Queen of swords, two of pentacles, knight of cups, ഇവിടെ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് ദി ഫൂൾ കാർഡാണ്. ഇത് കാർഡ്സ് എല്ലാം കാണാമെന്ന് കരുതുന്നു. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. കാർഡ്സ് എല്ലാം കാണാമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ് പ്രകാരം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി വളരെയധികം അംബീഷ്യസ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് ഇവിടെ കാണുന്നു. ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ വളരെയധികം പബ്ലിസിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ പ്രശസ്തയാവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഒരുപാട് അച്ചീവ്മെന്റ്സ് ജീവിതത്തിൽ നേടിയെടുക്കണം എന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ അതിനൊക്കെ ഒരു ഹാർഡ് വർക്ക് ഇവർ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്,
പക്ഷെ ആ ഒരു ആഗ്രഹങ്ങളെല്ലാം തന്നെ നേടിയെടുക്കാനായി പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ വളരെയധികം അടുത്തറിയുന്നതിന് മുൻപായിട്ട്, അതായത് ഡീപ്പായിട്ട് പരിചയപ്പെടുന്നതിന് മുൻപായിട്ട് തോന്നുന്നത് ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരാളെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ വളരെയധികം വിശ്വസിക്കാൻ സാധിക്കുന്ന, വളരെയധികം പ്ലസൻറ്റും മോട്ടിവേറ്റ് ആയിട്ടൊക്കെ സംസാരിക്കുന്ന, വളരെ ലാഘവത്തോടു കൂടി എന്ത് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാലും നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കുന്ന, ജീവിക്കാനായിട്ട് പ്രചോദനം തരുന്ന ഇങ്ങനെ ഒരാൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രകൃതമായിട്ടാണ് നിങ്ങൾ തമ്മിൽ ഒരു ഇൻറ്റിമസി ആകുന്നത് വരെ ഇവരെക്കുറിച്ച് കാണാൻ കഴിയുക. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണ് ഒരുപാട് പുകഴ്ത്തലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ റൊമാൻറ്റിക്കായ വ്യക്തിയായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കും. നിങ്ങൾ അത്രത്തോളം റൊമാൻറ്റിക് ആയിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ പോലും ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്ന ആ ഒരു സമയം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന രീതിയിൽ നിങ്ങളോട് സംസാരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നല്ല മെമ്മറീസ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരിക. അപ്പോൾ ആ ഒരു രീതിയിൽ റിലേഷൻഷിപ്പ് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന വ്യക്തി തന്നെയാണ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. ചിലപ്പോൾ കുറച്ച് ഫ്ലർട്ടിംഗ് നേച്ചറുള്ള വ്യക്തിയായിരിക്കാം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. എങ്കിലും ഇവർ വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള വ്യക്തി തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകളുമായി സഹകരിച്ചു പോകാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. എത്ര ആളുകൾ ചുറ്റുമുണ്ടെങ്കിലും അവരെ കയ്യിലെടുത്ത് സംസാരിക്കാൻ, അതുപോലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ ഈ ഒരു വ്യക്തിക്ക് സാധിക്കുന്നതാണ്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നത്, സാഹചര്യവശാൽ നമുക്ക് എല്ലാവർക്കും എപ്പോഴെങ്കിലും കള്ളത്തരം പറയേണ്ടി വന്നിട്ടുണ്ടാകാം അല്ലേ, അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ യാതൊരു ആവശ്യവുമില്ലാതെ അനാവശ്യമായിട്ട് ഏതെങ്കിലും തരത്തിൽ, ചിലപ്പോൾ ഒരാളെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു തമാശയ്ക്കാണെന്നുണ്ടെങ്കിൽ പോലും കുറച്ച് കള്ളത്തരങ്ങൾ പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തിയുമായിട്ട് കൂടുതൽ അടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ അവരുടെ ക്യാരക്ടർ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുവരെ ആ ഒരു തുടക്ക സമയത്ത് എല്ലാം നിങ്ങൾ ആ ഒരു വ്യക്തിയെ കണ്ടിരുന്നത് എല്ലാം മറ്റൊരു തരത്തിൽ തന്നെയാണ്. പിന്നീട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ ഡെപ്തിലേക്ക് പോയ സമയത്തായിരിക്കാം ഈ ഒരു വ്യക്തി എന്താണ്, ഇവർക്ക് ഇങ്ങനെയും ചില മുഖങ്ങളുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ ലൈഫിലെ ആദ്യത്തെ പ്രണയമല്ല നിങ്ങളുമായിട്ടുള്ളത്. ഇത് നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ലവറോ അങ്ങനെ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങളുടേതെങ്കിലും ഇവരുടെ ഫസ്റ്റ് റിലേഷൻഷിപ്പ് അല്ല നിങ്ങൾ തീർച്ചയായിട്ടും. അതാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങളിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. ചിലപ്പോൾ ഇവർക്ക് ആൽക്കഹോൾ അഡിക്ഷൻസ് ഉണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള അട്രാക്ഷൻ ഉണ്ടാവാം. ഈ വ്യക്തി വർക്കഹോളിക് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ നോക്കിയാലും എന്തൊക്കെയോ കാര്യങ്ങളിൽ ഈ ഒരു പേഴ്സൺ വളരെയധികം അഡിക്റ്റഡ് ആയിട്ട് കാണുന്നു. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ നിങ്ങളോട് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ പ്ലീസ് ചെയ്യിപ്പിച്ചിട്ടായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തത് ഈ ഒരു പേഴ്സൺ ആയിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഏറ്റവും കൂടുതൽ സഫർ ചെയ്തത് ഈ ഒരു പേഴ്സൺ ആയിരിക്കാം. നിങ്ങളെ അത്രത്തോളം കൺവിൻസ് ചെയ്ത് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നതും ഈ ഒരു വ്യക്തി തന്നെ ആയിരിക്കാം. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എങ്കിൽ പോലും പോകെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഭാരമായി അനുഭവപ്പെടാനായിട്ട് തുടങ്ങി. അതാണ് കാണുന്നത്. അതാണ് 10 of Wands സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനോട് ആദ്യമേ ഉണ്ടായിരുന്ന ആ ഒരു പാഷനൊക്കെ പിന്നീട് ഇല്ലാതായ ഒരു അവസ്ഥ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അവർ തീർച്ചയായിട്ടും വളരെ കാര്യമായിട്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളതും. അവർക്ക് വളരെയധികം ഒരു സന്തോഷമായിരുന്നു നിങ്ങളുടെ കൂടെ ഉള്ള സമയങ്ങൾ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് പിന്നീട് അങ്ങോട്ട് അവർക്ക് താല്പര്യമില്ലാത്ത ഒരു സംഗതിയായി മാറി.
അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ താല്പര്യം നഷ്ടപ്പെടുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഇൻസിഡൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാകാം. അതായത് റിലേഷൻഷിപ്പിൻ്റെ ആദ്യകാലത്തുണ്ടായിരുന്ന ഗ്രോത്ത് ഒന്നും പിന്നീട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ അവർ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയം ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാര്യത്തിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥ ആയിരിക്കണം അവർക്കുണ്ടായിരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പ് തന്നെയാകാം, അല്ലെങ്കിൽ സാഹചര്യങ്ങളാകാം, ജോബാകാം, അങ്ങനെ എന്തുമാകാം. അങ്ങനെ എന്തൊക്കെയോ കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത്, അതായത് അതിൽ തുടരണോ വേണ്ടായോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന ഒരു സമയത്താണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് ഈ ഒരു പേഴ്സൺ വരുന്നത്. ഇനിയിപ്പോൾ ഇവർ മാരീഡായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ പോലും ആ ഒരു റിലേഷൻഷിപ്പിൽ തുടരണോ വേണ്ടായോ എന്ന് ആ ഒരു വ്യക്തി മനസ്സിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്ന സമയത്ത്, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഫാമിലി ലൈഫ് നല്ല രീതിയിലായിരിക്കില്ല മുന്നോട്ട് പോയിട്ടുണ്ടാവുക. അപ്പോൾ അത് സാറ്റിസ്ഫൈഡ് ആവാതിരുന്ന ഒരു അവസരത്തിലായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അല്ലാതെ ഈ ഒരു പേഴ്സൺ മാരീഡ് ഒന്നുമല്ല, സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ വേറെ ഒരു എക്സ്ട്രാ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ജോബ് വൈസോ അവരുടെ ഫാമിലിയുമായി അത്ര രസത്തിലല്ലാതിരുന്ന ഒരു സമയത്തായിരിക്കാം നിങ്ങളുമായിട്ട് ഈ ഒരു പേഴ്സൺ റിലേഷൻഷിപ്പിലാകുന്നത്. അതായത് അതിൽ നിന്നൊന്ന് പുറത്തു കിടക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്നൊന്ന് ഊരിപ്പോകാനൊക്കെ ആഗ്രഹിച്ചു നിന്ന സമയത്തായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ടാകുന്നത്. ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ തന്നെ അങ്ങനെ ആയിരിക്കാം. അതായത് എന്ത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും തുടക്കത്തിലുണ്ടാകുന്ന ആ ഒരു ആവേശം അല്ലെങ്കിൽ താല്പര്യം അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കാണിക്കുന്ന ആ ഒരു വ്യഗ്രതയൊക്കെ പിന്നീട് ഇവരുടെ ലൈഫിൽ കാണണമെന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ പോകെ പോകെ ഇൻട്രസ്റ്റ് കുറഞ്ഞ് അവർ അടുത്ത കാര്യത്തിലേക്ക് ചാടിപ്പിടിക്കുന്ന തരത്തിലുള്ള എനർജിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഏകദേശം ഈ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കും വന്നേക്കുന്നത്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, അവർ മറ്റ് കാര്യങ്ങളുമായി കമ്പയർ ചെയ്ത് നിങ്ങളാണ് ബെറ്റർ എന്ന് കരുതി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ള വ്യക്തി തന്നെ ആയിരിക്കാം. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മറ്റൊരു സ്റ്റേജിൽ എത്തിയ സമയത്ത് അത് കുറച്ച് ഡീപ്പായതിനു ശേഷം ഈ ഒരു വ്യക്തിക്ക് ഇതേപോലെ തന്നെ മറ്റൊരു ഓഫർ വന്നിട്ടുണ്ടാകാം. അല്ലെന്നുണ്ടെങ്കിൽ ഓഫർ ആവണമെന്നില്ലത്, നേരത്തെ തന്നെ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരിക്കാം അത് വീണ്ടും കയറി വന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പം ഈ ഒരു പേഴ്സണ് വീണ്ടും ഒരു ചൂസിങ് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇനിയും തുടരണോ അതോ വേണ്ടായോ എന്നീ ഒരു വ്യക്തിക്ക് കൺഫ്യൂഷനും ഉണ്ടായിട്ടുണ്ടാകാം. ഇവിടെ നോക്കുമ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇവർ പെട്ടു നിൽക്കുന്ന ഒരവസ്ഥ കാണുന്നു. അതുപോലെ തന്നെ ഒരു തേർഡ് പാർട്ടിയുടെ അഡ്വൈസ് ഈ ഒരു പേഴ്സണ് കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥയും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഈ ഒരു പേഴ്സൺ സെപ്പറേറ്റ് ആയി പോകാൻ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇവർക്ക് ഭാരമായി തോന്നാൻ ഇവർക്ക് കാരണമായിട്ടുള്ളത് 2 ഓപ്ഷൻസ് നമുക്ക് പറയാൻ സാധിക്കും. അപ്പം ഞാൻ 2 സിറ്റുവേഷൻ നിങ്ങളോട് പറയാം. അതിലേത് സിറ്റുവേഷൻ ആണെന്ന് നിങ്ങൾക്ക് തന്നെ ഞാൻ പറയുന്ന സമയത്ത് മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഇവരുടെ ഒരു ബെസ്റ്റ് ചോയ്സ് അല്ല നിങ്ങൾ. ഇവർക്ക് തീർച്ചയായിട്ടും ഒരു തെറ്റ് പറ്റി നിങ്ങളുടെ കാര്യത്തിൽ. നിങ്ങളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം അവർക്ക് തീർച്ചയായിട്ടും കിട്ടുമായിരുന്നല്ലോ എന്നുള്ള അവരുടെ ഫ്രണ്ട്സിൻ്റെയോ ഫാമിലിയുടെയോ ഒക്കെ ഒരു അഡ്വൈസ് ആയിരിക്കാം. അപ്പം ആ ഒരു തരത്തിൽ ഈ ഒരു വ്യക്തിയെ കൺഫ്യൂസ് ചെയ്യിച്ച ആ ഒരു തോന്നലിൽ നിന്നായിരിക്കാം നിങ്ങളോട് അവർക്കൊരു അകൽച്ച വരാൻ കാരണമായത്. അത് പതിയെ പതിയെ ആ ഒരു അകൽച്ചയുടെ ഡെപ്ത് കൂടിക്കൂടി വന്നു. അതാണ് ഫസ്റ്റ് സിറ്റുവേഷൻ. ഇനി സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും ഇവരുടെ ലൈഫിലേക്ക് മറ്റൊരു തേർഡ് പാർട്ടി കടന്നു വന്ന സമയത്ത്, അതായത് ഒരു റിലേഷൻഷിപ്പുമായിട്ട് കടന്നു വന്ന സമയത്ത് അതാണ് നിങ്ങളെക്കാൾ കൂടുതൽ ബെറ്റർ എന്ന് ചിന്തിച്ചായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകലാനിടയായത്. അപ്പോൾ 2 സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ഏത് സിറ്റുവേഷൻ ആണെന്ന് നിങ്ങൾ തന്നെ കണക്ട് ചെയ്യുക കേട്ടോ. അപ്പം എന്ത് തന്നെ സിറ്റുവേഷൻ ആണെങ്കിലും ഇവിടെ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് ഇവിടെ കാണുന്നുണ്ട്. അത് ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടി തന്നെ ആയിരിക്കാം, ഒരു റിലേഷൻഷിപ്പുമായിട്ട് വന്ന തേർഡ് പാർട്ടി തന്നെ ആയിരിക്കാം. അപ്പം നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് അത് കണക്ട് ചെയ്യുക കേട്ടോ. അപ്പം എന്ത് തന്നെ സിറ്റുവേഷൻ ആണെങ്കിലും അത് ഏത് തരത്തിലാണെങ്കിലും ഏത് തരത്തിലാണ് നിങ്ങളുടെ വ്യക്തിയിലേക്ക് തേർഡ് പാർട്ടി വന്നത്, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കാം ഇതിനോടകം തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ, ഞാൻ ഈ പറഞ്ഞ ഈ 2 സിറ്റുവേഷനിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ പറയുക കേട്ടോ.
അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഘട്ടം എത്തിയ സമയത്ത് അവർക്കൊരു മടുപ്പ് അനുഭവപ്പെട്ടു എന്ന് തന്നെയാണ് കാണുന്നത്. എന്തായാലും ഇപ്പോഴത്തെ എനർജിയിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളിപ്പോൾ സെപ്പറേഷനിലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഖം തരുന്നുണ്ടാവില്ല ഈ ഒരു വ്യക്തി. ഒരു കാലത്ത് നിങ്ങളുടെ എല്ലാം ആയിരുന്നു. അങ്ങനെയുള്ള വ്യക്തി ഇപ്പോൾ ആരുമല്ലാത്ത രീതിയിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഇവർ മനഃപൂർവ്വം ഒരു ഡിസ്റ്റൻസ് ഇട്ട് മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വരും എന്നുള്ളത് കാണുന്നു. ഇപ്പോൾ അവരുടെ ലാസ്റ്റ് ആണ് നിങ്ങൾ. ആ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ തന്നെ ആയി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പം എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും അത് ചിലപ്പോൾ സമയദോഷമായിരിക്കാം, കർമ്മ റിലേറ്റഡ് ആയിട്ടായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നാളെ ഈ ഒരു വ്യക്തി തിരികെ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കണോ വേണ്ടായോ, അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടായോ എന്നൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിങ് എടുക്കുന്നവരൊക്കെ ചിലവർ പറയാറുണ്ട്, എന്നെ അത്രത്തോളം വേദനിപ്പിച്ച ഒരു വ്യക്തിയാണ്, എനിക്ക് ആ ഒരു വ്യക്തിയെ തന്നെ മതി, എനിക്ക് ആ ഒരു വ്യക്തിയില്ലാതെ പറ്റില്ല. അപ്പം ഈ ഒരു വ്യക്തി തിരിച്ചു വരാനായിട്ടുള്ള സാധ്യതയുണ്ടോ? കാരണം അവരെ എത്രത്തോളം വേദനിപ്പിച്ചാൽ പോലും അവർക്ക് ആ ഒരു വ്യക്തിയില്ലാതെ പറ്റുന്നില്ലായിരിക്കാം. പക്ഷെ ചിലവർ പറയാറുണ്ട്, എനിക്കിത് ഒരിക്കലും അംഗീകരിക്കാനായിട്ട് കഴിയില്ല, കാരണം നാളെ അവർ ഈ ഒരു തെറ്റ് പിന്നെയും ആവർത്തിക്കുമോ എന്നൊക്കെയുള്ളത് ചിലവർ പറയാറുണ്ട്. അപ്പം ലൈഫ് ആകുമ്പോൾ അത് നിങ്ങളുടെ ഡിസിഷനാണ്. ഈ ഒരു വ്യക്തിയെ തിരികെ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കണോ വേണ്ട എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ചോയ്സാണ്. കാരണം മറ്റുള്ളവരോട് ചോദിച്ചിട്ട് നമ്മൾ ഒരു ഡിസിഷൻ ലൈഫിൽ എടുക്കാതെ ഇരിക്കുക. അത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോടായിക്കോട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സിനോടായിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിലെ ഡിസിഷൻസ് എല്ലാം നിങ്ങൾ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തി തിരികെ വന്നാൽ സ്വീകരിക്കണോ വേണ്ട എന്നൊക്കെയുള്ള ആ ഒരു ചോയ്സ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ മാത്രമാണ്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. അവരുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അവർ ഇപ്പോൾ ഒരു ജഗ്ലിംഗ് സ്റ്റേജ് അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് പിന്നെയും എത്തിയേക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലേക്ക് നിങ്ങളുടെ ആ ഒരു മെമ്മറീസ് കടന്നു വരുന്നു. അപ്പം മൈൻഡിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. ആദ്യമൊക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഭാരമായിട്ട് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയ സമയത്ത് കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. അവർക്ക് അതാണ് ശരി, അല്ലെ അതാണ് ബെറ്റർ എന്ന് കരുതിയിട്ടായിരിക്കുമല്ലോ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അവിടെ ചെന്ന സമയത്ത് അവരുടെ മൈൻഡ് പിന്നെയും കൺഫ്യൂഷനിലേക്ക് അയക്കുവാണ്. കാരണം നിങ്ങളുടെ മെമ്മറീസ് കടന്നു വരുന്നു. അപ്പം നിങ്ങളാണോ ബെറ്റർ, അല്ലെങ്കിൽ നിങ്ങളെ വേണോ, നിങ്ങളായിരിക്കുമോ ബെറ്റർ എന്നൊക്കെയുള്ള ആ ഒരു കൺഫ്യൂഷനിൽ എത്തി നിൽക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടൊരു താല്പര്യം വന്നതായിട്ടാണ് കാണുന്നത്. തിരികെ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വ്യക്തി കാര്യങ്ങൾ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന മൈൻഡ് സെറ്റിലേക്ക് എത്തി നിൽക്കുകയാണ്. എന്ത് കാര്യവും അവരെ തടസ്സപ്പെടുത്തി കഴിഞ്ഞാലും അവർ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതാണ് ഫൂൾ കാർഡ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് ഫൂൾ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് ഇനിയും സ്റ്റാർട്ടാകും എന്നുള്ള ഒരു എനർജിയാണ്. അപ്പം എന്തായാലും ഇപ്പോൾ ആളൊരു കൺഫ്യൂഷനിലാണ്. വൈകാതെ അവരൊരു ഡിസിഷനിലേക്ക് എത്തിച്ചേരും. ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ്, അതിൻ്റെ കൺഫേം ആണ്. ഇവിടെ ഫൂൾ കാർഡാണ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജും കൂടെ നമുക്ക് നോക്കാം. Seven of Pentacles, Ten of Wands, Ten of Swords, Knight of Wands, Ten of Pentacles. എല്ലാം വളരെ പോസിറ്റീവാണ് കേട്ടോ. ഇനിയും യൂണിവേഴ്സ് ഗൈഡൻസും കൂടി നോക്കാം. Chariot, Ace of Cups, Nine of Swords, Knight of Cups,
എംപ്രസ്. ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് ഏസ് ഓഫ് ഹാൻഡ്സ് ആണ്. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പം നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജും റിലേഷൻഷിപ്പ് ഗൈഡൻസും നോക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ സോൾ മെസ്സേജ് ആണ് ആദ്യമേ പറയുന്നത്. ഞാൻ ജീവിതത്തിൽ ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാ ശ്രമങ്ങളും ഫലപ്രദമാകുമോ എന്ന സംശയവുമായി ഞാൻ കാത്തിരിക്കുകയാണ്. ഞാൻ വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്നു. എല്ലാ ബാധ്യതകളും വെല്ലുവിളികളും നിറഞ്ഞ ഒരു വഴികളിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പലതവണ ഞാൻ വിശ്വസിച്ചവർ തന്നെ എന്നെ വഞ്ചിച്ചു. ഞാൻ ഇപ്പോഴും പോരാടുന്നു. എൻ്റെ ആഗ്രഹം ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഉറപ്പുള്ള ഒരു ഭാവി നൽകാനാണ്. ഇപ്പോൾ ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ്. ഇനി റിലേഷൻഷിപ്പ് ഗൈഡൻസ് നമുക്ക് നോക്കാം. നിങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് ദൃഢനിശ്ചയം, ലക്ഷ്യബോധം ആവശ്യമാണ്. പേടികൾ നിങ്ങളെ തളർത്താതെ നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അവസാനിച്ചു പോകാത്ത ഒരു പ്രണയം നിങ്ങൾക്ക് സാധ്യമാണ്. അതിനായി തുറന്ന മനസ്സോടുകൂടി ഇരിക്കുക. നിങ്ങളുടെ മനസ്സിൽ അനാവശ്യമായ പേടി, കുറ്റബോധം, നിരാശ ഉള്ളതായിട്ട് കാണുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ വേദനിപ്പിക്കാതെ നോക്കുക. ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് നീങ്ങുക. നിങ്ങൾക്ക് വളരെയധികം ക്ഷമയും സ്നേഹവും പരസ്പര മനസ്സിലാക്കലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധം ഒരു ഡീപ്പർ ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അതാണ് റിലേഷൻഷിപ്പ് ഗൈഡൻസ്.